all, this is Tarun Murthy. Thank you. മോഹൻലാൽ ലാലേട്ടൻ ഇങ്ങനെ തന്നതിന് സ്ക്രീനിൽ 2.25 മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും. അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മാത്രമല്ല, മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി ഇച്ചാതി പടം. അതായത് ഒരു സിനിമ, നമ്മുടെ സിനിമയുടെ മാജിക് എന്നൊക്കെ പറയൂലേ, അതാണ് സാധനം. സിനിമയിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിൽ നിന്ന് കണ്ട വേറൊരു ഇമോഷണൽ പരമായിട്ട് ലാലേട്ടനെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ മുഖത്തെ അഭിനയത്തെ കൊണ്ട് മാത്രം നമുക്ക് നേര് കണ്ടിരിക്കാൻ പറ്റും. ഗംഭീര സ്ക്രിപ്റ്റാണ്, സ്ക്രീൻ പ്ലേ ആണ്, അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ചാർമിംഗ് ആയിട്ടൊരു ലാലേട്ടനെയും കൂടി തുടരും പ്രസന്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലാലേട്ടൻ ഷോ എന്ന് പറയാനുള്ള ഒരു കാരണം. വളരെ സീരിയസ് ആയി നിൽക്കുന്ന ഒരു വക്കീലല്ലാതെ ഈ തുടരുമിലേക്ക് വരുമ്പോൾ ഈ ഷൺമുഖനും അല്ലെങ്കിൽ ബെൻസ് എന്ന് വിളിക്കുന്ന തൻ്റെ അംബാസിഡർക്കാരുടെ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ 2 മക്കളെയും ഭാര്യയോടൊപ്പം തന്നെ തൻ്റെ 3ാമത്തെ മകനോ മകളോ ആയി സ്നേഹിക്കുന്ന ആ ഒരു അംബാസിഡർക്കാരനെ അങ്ങനെ നോക്കി വളർത്തുകയാണ് ഷൺമുഖൻ. നോക്കി വളർത്തുകയാണെന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പൊടി പറ്റിയാൽ പോലും സഹിക്കാൻ പറ്റാത്ത ഒരു അച്ഛനായി മാറുകയാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ അതേ വണ്ടിയിൽ സംഭവിക്കുന്ന പല നാടകീയ സംഭവങ്ങളും അതിൽ തൻ്റെ കുടുംബം എഫക്റ്റ് ആവുന്ന രീതിയും എല്ലാം കൊണ്ടും ഈ സിനിമ സംസാരിക്കുന്ന ആ ഒരു ലോകം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴോ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അതേപോലെ ഒരു സ്ക്രിപ്റ്റിൽ കൊണ്ടെത്തിച്ചാൽ ആ സ്ക്രിപ്റ്റിന് മുകളിലേക്ക് ഈ കലാകാരനെ കൊണ്ട് ചെന്നെത്താൻ പറ്റുമെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു തിരക്കഥ കൂടിയായിരുന്നു തുടരുമെന്ന് പറയേണ്ടി വരും. കാരണം ആ ഒരു 8 വർഷം ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി ഏതേ മറ്റേ മാസിനോ മുണ്ടു മടക്കി കുത്തലിനോ ഇൻട്രോയ്ക്കോ അതൊന്നല്ല, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള, അതായത് പ്രേക്ഷകർ ലയിച്ചിരുന്ന് കാണുന്ന സമയത്ത് കൈയടിക്കോ ഒരു സീനൊക്കെ ഉണ്ട്. ഞാൻ സീനും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ, അതായത് നമ്മൾ ഒരു സിനിമ കണ്ടു തുടങ്ങി, അതിൽ പിന്നെ അറിയാലോ ലാലേട്ടന്റെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ ലാലേട്ടൻ തിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഫസ്റ്റ് ഹാഫിൽ മൊത്തം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അറിയാതെ കൈയടിച്ചു പോകും, അറിയാതെ എഴുന്നേറ്റ് നിന്ന് ആർപ്പ് വിളിച്ചു പോകും. 1990-ലും 95-ലും 2000-ന്റെ അവസാനവും കണ്ട ലാലേട്ടനെ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ച സംവിധായകൻ തരുൺ മൂർത്തിക്ക് എഴുന്നേറ്റ് നിന്ന് മനസ്സുകൊണ്ട് അറിയാതെ ഒരു സല്യൂട്ട് പഠിച്ചു പോകും. ഇതായിരുന്നു തുടരുമെന്ന സിനിമ ഒരു പ്രേക്ഷകനെ കണ്ട രീതിയിൽ പറയാനുള്ളത്. കാരണം നമ്മൾ ഈ സംഗീതത്തെ പറ്റി പറയുമ്പോൾ ജെക്സ് ബിജോയ് നൽകിയ ഇൻപുട്ടുകൾ, പ്രത്യേകിച്ച് ആ ഒരു ഗാനത്തെ പറ്റി ഒരു സംഭാഷണം കൊണ്ട് നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ഒരുപാട് മെമ്മറീസ്, ഒരുപാട് മൊമെന്റ്സ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. തരുൺ മൂർത്തി ഗംഭീരട്ടോ. അതൊരു നമ്മുടെ സാധനം പോലെ ഫാൻ ബോയ് പണി വെച്ചെടുക്കുന്ന പറയുന്ന സാധനം ഇതാണ് ഫാൻ ബോയ്. ഇങ്ങനെയാണ് ലാലേട്ടനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഒരു സാധനം കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ കുറെ സീൻസ് എഴുതി വെച്ച് പരിപാടിയല്ല. സ്ക്രീൻ പ്ലേക്കകത്ത് ക്യാരക്ടർ വെച്ചിട്ട് അത് വെച്ചിട്ടുള്ള പണിയല്ല. ഓറ, സ്ക്രീൻ പ്രസൻസ്, മാസ് അപ്പീൽ, ഇതെല്ലാം സെക്കൻഡ് ഹാഫിലേക്ക് പൂർണ്ണമായും കൊണ്ടെത്തിക്കുക. അതിനുള്ള ഫ്രെയിംസ് ഷാജി കുമാർ ഒരുക്കുക, അതിനുള്ള ഡിസൈൻ തരുൺ മൂർത്തി സൃഷ്ടിക്കുക, അതിനൊത്ത വില്ലന്മാരെ കൊണ്ടുവരിക. പ്രകാശ് വർമ്മയാണ് ഈ ചിത്രത്തിലെ വില്ലൻ. 2 വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേ പറ്റും. അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടറാണ്. ഈ വോഡഫോൺ സൂസു പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ തരംഗമായി മാറി അതിൻ്റെയൊക്കെ സംവിധാനം സൃഷ്ടിയായ ആളാണ്. ചെയ്ത ആളാണ്. ഇതിൽ പല സ്ഥലത്തും പുലിമുരുകൻ ഫ്ലേവർ ഉണ്ട്. കോസ്റ്റ്യൂമിൽ പോലും സമീറ ആണ് കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ, ആ കാറ് ലാലേട്ടന്റെ അംബാസഡർ കാറ് പോലെ ഇതിലൊരു നമുക്ക് ഫീൽ ആവും. ഒരു ക്യാരക്ടർ പോലെ ചെയ്യുകയും മഴയത്ത് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലാലേട്ടനെ വേണോ, ഇതെടുത്തോ. അങ്ങനെ എല്ലാ ചേരുവകളും മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഗംഭീര സ്ക്രിപ്റ്റിനകത്ത് ഇതെല്ലാം ഒരു ആഡഡ് എഡീഷനായി മാറ്റി ഒരു ചെറിയ കേക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്നും ബൾജ് ചെയ്ത് നിൽക്കുക, ഇത് വെറുതെ മനഃപൂർവ്വം കുത്തിക്കയറ്റിയതാണെന്ന് ഫീൽ ചെയ്യിക്കാതെ ഈ സിനിമ പേസ് ചെയ്ത് കൊണ്ടുപോയ സംവിധായകൻ തരുൺ മൂർത്തിക്ക് ഒരു വലിയ കൈയടികൾ. കണ്ണ് പറഞ്ഞുകൊണ്ടാണ് കണ്ട്, മറ്റൊന്നും കൊണ്ടല്ല, സാധാരണ മറ്റേ സെന്റിമെന്റ്സ് കണ്ണ് പറഞ്ഞിട്ടല്ല. അത് ലാലേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ നിറയുന്ന കണ്ണ്. അങ്ങനെ കണ്ടു തീർത്തുള്ള സിനിമ. ഈ സിനിമ ഞാൻ സാധാരണ പറയും പോലെ ഇങ്ങനെ ഡയറക്ടർ റൈറ്റർ അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ എഡിറ്റും ഇല്ല.